ഹലോ ആൾ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലെജിസ്ലേറ്റീവ് പവേഴ്സ് ഓഫ് ദ പ്രസിഡന്റിനെ കുറിച്ചാണ്. സോ പോയിന്റ് നമ്പർ 1, വാട്ട് ഡു യു മീൻ ബൈ ലെജിസ്ലേച്ചർ? എന്താണ് ലെജിസ്ലേച്ചർ, ലെജിസ്ലേറ്റീവ് എന്നൊക്കെ പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്? സോ ലെജിസ്ലേച്ചർ മീൻസ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ വിച്ച് മേക്സ് ലോ. നിയമം ഉണ്ടാക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ലെജിസ്ലേച്ചർ എന്ന് പറയുന്നത്. ലെജിസ്ലേച്ചർ ഓഫ് ദ കൺട്രി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് പാർലമെന്റ്. And parliament comprises of Lok Sabha, Rajya Sabha and President. ഇതാണ് യൂണിയൻ ലെജിസ്ലേറ്റീവ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് നമ്മുടെ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി, സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ, പിന്നെ ഗവർണർ. ഇതാണ് സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ലെജിസ്ലേറ്റീവ് പവേഴ്സ് ഓഫ് ദി പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ ഈ നിയമനിർമ്മാണവുമായി ബന്ധപ്പെട്ട് വാട്ട് ആർ ദ പവേഴ്സ് ഓഫ് ദി പ്രസിഡന്റ്? സോ പോയിന്റ് നമ്പർ 1, പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഹാസ് ദ പവർ ടു സമൺ ആൻഡ് പ്രൊറോഗ് ദ പാർലമെന്റ്. സമൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിളിച്ചു കൂട്ടുക, പ്രൊറോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിർത്തലാക്കുക. അപ്പോൾ പാർലമെന്റ് വിളിച്ചു കൂട്ടാനും പാർലമെന്റ് നിർത്തിവെക്കാനുമുള്ള അധികാരം പ്രസിഡന്റ് ഓഫ് ഇന്ത്യക്കാണ്. He even have the power to dissolve the Lok Sabha. ലോക് സഭ ഡിസോൾവ് ചെയ്യാനുള്ള പവറും പ്രസിഡന്റിനുണ്ട്. അതായത് ഡിസോൾവ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും കൂടെ ഇലക്ഷൻ നടത്തി ലോക്സഭയിലേക്ക് പിന്നെ ആൾക്കാർ വരേണ്ടി വരും. ഓക്കെ, അതായത് ഒരു പുതിയ ഇലക്ഷൻ നടത്തി ഇപ്പോൾ ഉള്ള ആൾക്കാരെയൊക്കെ പിരിച്ചുവിടാൻ പ്രസിഡന്റിന് അധികാരമുണ്ട്. നിങ്ങൾ ജോയിന്റ് സിറ്റിംഗ് എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? ജോയിന്റ് സിറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഒരു ബില്ല് ലോക്സഭയിൽ പാസ്സാവുന്നു, രാജ്യസഭയിൽ പാസ്സായില്ല, എന്തു ചെയ്യാം? പ്രസിഡന്റിന് ജോയിന്റ് സിറ്റിംഗ് വിളിച്ചു വരുത്താം. അതായത് ജോയിന്റ് സിറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോക്സഭയിലെ മെമ്പേഴ്സും രാജ്യസഭയിലെ മെമ്പേഴ്സും ഒരുമിച്ചൊരു ഹാളിൽ ചേരും. അതിനെയാണ് ജോയിന്റ് സിറ്റിംഗ് എന്ന് പറയുന്നത്. എന്നിട്ട് ആ ജോയിന്റ് സിറ്റിംഗിൽ വെച്ച് ആ നിയമം പാസ്സാകുമില്ലയോ എന്ന് നോക്കാം. ജോയിന്റ് സിറ്റിംഗിൽ ആ ബില്ല് പാസ്സായി കഴിഞ്ഞാൽ then it becomes a law. പാസ്സായില്ലെങ്കിൽ ഇറ്റ് ഡസ് നോട്ട് ബിക്കംസ് എ ലോ. ഒരു ടൈ ബ്രേക്കർ പോലെ. അപ്പോൾ ഈ ജോയിന്റ് സിറ്റിംഗ് വിളിച്ചു വരുത്താനുള്ള അധികാരം ഇറ്റ് ഈസ് ദർ ഓൺലി ഫോർ ദ പ്രസിഡന്റ്. യു നോ ദാറ്റ് ദർ ഇസ് സംതിങ് വിച്ച് ഇസ് കോൾഡ് എസ് ലോക്സഭ ആൻഡ് രാജ്യസഭ നമ്മുടെ പാർലമെന്റിൽ. ആൻഡ് ഇറ്റ് ഇസ് പ്രിസൈഡഡ് ബൈ സ്പീക്കർ ആൻഡ് ചെയർമാൻ റെസ്പെക്റ്റീവ്ലി. ലോക്സഭയിൽ സ്പീക്കർ, ചെയർമാൻ രാജ്യസഭയിൽ. നൗ വാട്ട് ഹാപ്പൻസ് ഇഫ് ദ സീറ്റ് ഓഫ് ദ സ്പീക്കർ ഓർ ദ ചെയർമാൻ ഫാൾസ് വേക്കൻറ്റ്? വേക്കൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് അസുഖമായിരിക്കാം, ചിലപ്പോൾ അവർ മരിച്ചു പോയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഡ്യൂ ടു സം റീസൺ സ്പീക്കർ അതുപോലെ ചെയർമാൻ്റെ കസേര കാലിയായിട്ട് കിടക്കുകയാണ്, വേക്കൻ്റ് ആണ്, ആരും എലക്ട് ചെയ്തിട്ടില്ല. ഇവരെ എലക്ട് ചെയ്താണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ എലക്ഷൻ നടന്നിട്ടില്ല, ഡ്യൂ ടു സം റീസൺ ദാറ്റ് സീറ്റ് ഇസ് വേക്കൻ്റ്. അങ്ങനെയാണെങ്കിൽ കൂടുന്ന സമയത്ത് ദർ ഹാസ് ടു ബി എ പ്രിസൈഡിങ് ഓഫീസർ. നൗ ഹൂ ക്യാൻ ബി ദാറ്റ്? അത് തീരുമാനിക്കുന്നത് പ്രസിഡന്റ് ഓഫ് ഇന്ത്യയാണ്. അതായത് സ്പീക്കറിൻ്റെ അല്ലെങ്കിൽ ഡെപ്യൂട്ടി സ്പീക്കറിൻ്റെ, ചെയർമാൻ്റെ അല്ലെങ്കിൽ ഡെപ്യൂട്ടി ചെയർമാൻ്റെ ഇവരുടെ സീറ്റ് വേക്കൻ്റ് ആയിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ ആരവിടെ ഇരിക്കണം എന്നുള്ളത് തീരുമാനിക്കുന്നത് ഇറ്റ് ഇസ് ദി പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ഇനി വേറൊരു സ്പെഷ്യൽ പ്രൊവിഷൻ ഉണ്ട്, ഇതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തതാണ്. അതായത് ലോക്സഭയാണെങ്കിലും രാജ്യസഭയാണെങ്കിലും പ്രസിഡന്റിന് ചില ആൾക്കാരെ നോമിനേറ്റ് ചെയ്യാനുള്ള പവർ ഉണ്ട്. രാജ്യസഭയിൽ 12 members can be nominated by the president, and in Lok Sabha 2 members can be nominated by the president. രണ്ട് ആംഗ്ലോ ഇന്ത്യൻ ആൾക്കാരെ പ്രസിഡന്റിനെ നോമിനേറ്റ് ചെയ്യാൻ പറ്റും ലോക്സഭയിലേക്ക്. ബട്ട് ഇൻ 2020 ഈ പ്രൊവിഷൻ അവസാനിക്കുകയാണ്. കാരണം ഒരു അമെൻമെൻറ്റ് കൊണ്ടുവന്ന് ദാറ്റ് പ്രൊവിഷൻ ഹാസ് ബീൻ റിമൂവ്ഡ്. ഇപ്പോൾ അങ്ങനെ 2 പേരെ ആംഗ്ലോ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയിൽ നിന്ന് നോമിനേറ്റ് ചെയ്യാൻ പറ്റില്ല പ്രസിഡന്റിന്. പ്രസിഡന്റ് വിൽ നോട്ട് നോമിനേറ്റ്. Whereas രാജ്യസഭയിൽ he can nominate 12 members. എന്തിൻ്റെ ബേസിസിലാണ് രാജ്യസഭയിൽ മെമ്പേഴ്സിനെ നോമിനേറ്റ് ചെയ്യുന്നത്? ഒന്ന്, ഇഫ് ദേ എക്സൽ ഇൻ ലിറ്ററേച്ചർ, ലിറ്ററേച്ചറിൽ വളരെ കഴിവുള്ള ആളാണെങ്കിൽ, ആർട്സിൽ, സോഷ്യൽ സയൻസിൽ, സയൻസിൽ, ജേർണലിസം, എക്കണോമിക്സ് ഇങ്ങനെയുള്ള ഫീൽഡുകളിൽ വളരെ എക്സ്പെർട്ടീസ് ഉള്ള ആൾക്കാരെ ദ പ്രസിഡന്റ് ക്യാൻ നോമിനേറ്റ്. He can also disqualify a member of parliament. For example, ഒരു മെമ്പർ എന്ന് പറയുന്നത് കള്ളത്തരത്തിലൂടെയാണ് ഇലക്ഷൻ ജയിച്ച് MP ആയെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ദ പ്രസിഡന്റ് വിൽ കൺസൾട്ട് ദ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ പറയുകയാണ് ആള് കള്ളത്തരം ചെയ്താണ് MP ആയ എന്ന് ഉറപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ദ പ്രസിഡന്റ് ക്യാൻ ഡിസ്ക്വാളിഫൈ ഹിം ഫ്രം ലോക്സഭ.
ഇനി നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഡിസ്കഷനിലേക്ക് വരാം. അതായത് ഒരു നിയമം പാസ്സാക്കുന്നതിൽ പ്രസിഡന്റിൻ്റെ പൊസിഷൻ എന്താണ്. ഓക്കെ, സോ നിങ്ങൾക്കറിയാം ലോക്സഭ രാജ്യസഭ അത് പാസ്സാക്കിയതിന് ശേഷമാണ് ദ ബിൽ ഗോസ് ടു ദ പ്രസിഡന്റ്. നൗ വാട്ട് പ്രസിഡന്റ് കൻ ഡു? പ്രസിഡന്റിന് അത് അപ്രൂവ് ചെയ്യാം, അങ്ങനെ അതൊരു ആക്റ്റായി മാറും. പ്രസിഡന്റിന് വേണമെങ്കിൽ ഒപ്പിടാതിരിക്കാം, അങ്ങനെ അത് ആക്ട് ആവാതിരിക്കും. പ്രസിഡന്റിന് വേണമെങ്കിൽ ഈ ബില്ല് തിരിച്ചയക്കാം ലോക്സഭയിലേക്കോ രാജ്യസഭയിലേക്കോ. അതായത് ഇതിൽ കുറച്ച് തിരുത്തൽ ആവശ്യമുണ്ട്, ഇങ്ങനെയുള്ള തിരുത്തൽ വരുത്തിയതിന് ശേഷം ഇങ്ങോട്ട് കൊണ്ടുവരിക എന്നുള്ള രീതിയിൽ ഒരു റീകൺസിഡറേഷന് വേണ്ടിയിട്ട് അയച്ചു കൊടുക്കാനും പറ്റും. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു പോയിന്റ്, കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ. നിങ്ങളിത് കേട്ടിട്ടുണ്ടോ എന്നെനിക്കറിയില്ല. കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ പൗരന്മാരുടെ പൈസ. ഓക്കെ, അതായത് ടാക്സ് രൂപത്തിൽ ഗവൺമെൻറ് കളക്ട് ചെയ്യുന്ന പൈസ, അതിൽ നിന്നായിരിക്കും ബഡ്ജറ്റിലേക്ക് അലോക്കേറ്റ് ചെയ്യുന്നത്. So if there is any bill which is introduced regarding taking money from the Consolidated Fund of India, Consolidated Fund of Indiaയിൽ നിന്ന് പൈസ എടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ബില്ലാണെന്നുണ്ടെങ്കിൽ, അതായത് ഫോർ എക്സാമ്പിൾ ബഡ്ജറ്റ് ആണെങ്കിൽ, ഇറ്റ് ഹാസ് ടു ഗെറ്റ് എ പ്രയർ അപ്രൂവൽ ഫ്രം ദി പ്രസിഡന്റ്. ആ ബില്ല് അവതരിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ പ്രസിഡന്റിന്റെ കയ്യിൽ നിന്നും ഒരു അപ്രൂവൽ മേടിച്ചിരിക്കണം. നെക്സ്റ്റ് വൺ ഇസ് ഹി ക്യാൻ പ്രോമൽഗേറ്റ് ഓർഡിനൻസസ്. അപ്പോൾ ഇതൊരു പുതിയ വാക്കാണ്, ഓർഡിനൻസ്. എന്താണ് ഈ ഓർഡിനൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്കറിയാം ഒരു നിയമം പ്രാബല്യത്തിൽ വരുന്നത് ആഫ്റ്റർ എ ലോട്ട് ഓഫ് ഡിസ്കഷൻസ് ഇൻ ലോക്സഭ രാജ്യസഭ ആൻഡ് ദെൻ ഇറ്റ് ഗോസ് ടു ദ പ്രസിഡന്റ് ഗീവ്സ് അസെന്റ് ആൻഡ് ദെൻ ഇറ്റ് ബിക്കംസ് എ ലോ. ഇങ്ങനെ ഒരു ഹെക്റ്റിക് ആയിട്ടുള്ള ഒരു പ്രോസസ്സ് കഴിഞ്ഞതിന് ശേഷമാണ് ഒരു നിയമം പ്രാബല്യത്തിൽ വരുന്നത്. ഇതല്ലാതെയും ദർ ഇസ് എ ഷോർട്ട് കട്ട്. ആ ഷോർട്ട് കട്ടാണ് നമ്മുടെ ഓർഡിനൻസ് എന്ന് പറയുന്നത്. ഓർഡിനൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിസ്കഷനും ഇല്ലാതെ പ്രസിഡന്റിന് ഹി ക്യാൻ ബ്രിങ് എ ലോ വിച്ച് ഇസ് ആപ്ലിക്കബിൾ ഫോർ 6 months. 6 മാസത്തേക്ക് നിലവിൽ വരുന്ന ഒരു നിയമം കൊണ്ടുവരാൻ പ്രസിഡന്റിന് പറ്റും, ആരോടും ചോദിക്കേണ്ട. ഓക്കെ, സോ അങ്ങനെ ഒരു ഓർഡിനൻസ് പാസ്സാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ലോ വിൽ ബി പ്രിവെയിലിംഗ് ഇൻ ദിസ് കൺട്രി ഫോർ 6 months. ഓർഡിനൻസ് വേണമെങ്കിൽ തിരിച്ചെടുക്കാം. ഓർഡിനൻസ് കൊണ്ടുവരാനുള്ള അധികാരം പ്രസിഡന്റിന് ഉണ്ട്. 6 മാസത്തിനുള്ളിൽ ആ ഓർഡിനൻസ് പാർലമെന്റിൽ ഡിസ്കസ് ചെയ്യപ്പെടുകയും അത് പാസ്സാക്കപ്പെടുകയും ചെയ്തു കഴിഞ്ഞാൽ ദെൻ ഇറ്റ് ബിക്കംസ് എ ആക്ട്. അതൊരു ആക്റ്റായിട്ട് ഒരുപാട് കാലം നിൽക്കും. അതല്ലെങ്കിൽ 6 മാസം കഴിയുമ്പോൾ ആ ഓർഡിനൻസിന്റെ കാലാവധി കഴിയും, അതോടെ ഓർഡിനൻസ് വിൽ ബി ഇൻവാലിഡ്. പിന്നെ നമ്മൾ പറഞ്ഞില്ലേ പ്രസിഡന്റിന്റെ അധികാര പരിധിയിൽ വരുന്ന ചില സ്ഥലങ്ങളെക്കുറിച്ച്, യൂണിയൻ ടെറിട്ടറീസ്, ഷെഡ്യൂൾഡ് ഏരിയാസ്, ട്രൈബൽ ഏരിയാസ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് if the president wishes to bring any act, he can bring it. Okay, എന്ത് നിയമം വേണമെങ്കിലും പ്രസിഡന്റിന് കൊണ്ടുവരാൻ പറ്റും. So this is the power which the president is enjoying as far as legislature is concerned. നിയമനിർമ്മാണവുമായി ബന്ധപ്പെട്ട് പ്രസിഡന്റിന്റെ അധികാര പരിധി എന്ന് പറയുന്നത് ഇപ്പോൾ പറഞ്ഞതൊക്കെ. So that's all for today's discussion. I'll join you in the next video.